വെൽക്കം ബാക്ക് ടു സ്പൈസസ് ആൻഡ് ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്ക് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള 2 ടൈപ്പ് ചിക്കൻ ഷവർമ തയ്യാറാക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഷവർമ ഉണ്ടാക്കാനായിട്ട് ആദ്യമേ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ഇതിന് പകരം നമുക്ക് ചിക്കൻ്റെ തൈ പീസും യൂസ് ചെയ്യാവുന്നതാണ്. ചിക്കൻ ഇവിടെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ തിന്നായിട്ടുള്ള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേഷന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം. പെരുംജീരകമല്ല, ക്യുമിൻ സീഡ്സ് പൗഡറാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അറബിക് മസാല അല്ലെങ്കിൽ ഓൾ സ്പൈസസ് പൗഡറാണ്. ഇതൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇതില്ലെങ്കിൽ നിങ്ങൾ ഗരം മസാല ചേർത്താലും മതി. ഗരം മസാല ചേർക്കുമ്പോൾ അതിൽ പെരുംജീരകം ചേർക്കാത്ത മസാല യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സാധാരണ നമ്മൾ ഷവർമ സ്പൈസസിൽ പെരുംജീരകം ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഇനി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ ഗാർലിക് പൗഡർ 1/2 ടീസ്പൂണും ജിഞ്ചർ പൗഡർ 1/2 ടീസ്പൂണും ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കേർഡ് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ്. ഇത് ബെൽ പെപ്പറിൻ്റെ പൗഡറാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ ചില്ലി പൗഡർ ചേർത്താലും മതി. ഇനി ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഷവർമയിലേക്ക് വേണ്ട താഹിനിസൗce തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈങ് പാനിലേക്ക് 1/4 കപ്പ് വെളുത്ത എള്ള് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സോസാണ്. മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ്, മയോണൈസിനേക്കാളും ഹെൽത്തിയുമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ 2ഓ 3ഓ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കേർഡ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരുപാട് വാട്ടറി ആയി പോകരുത്, ഒരുപാട് തിക്കും ആയി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള താഹിനി സോസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള റെഡ് സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ഡ്രൈ ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം കാശ്മീരി മുളകാണ്. ഇത് ഒരു 20 മിനിറ്റ് നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ആദ്യം നിങ്ങൾ 2-3 മുളക് ചേർത്ത് അരയ്ക്കുക. അതിനുശേഷം എരിവ് കുറവാണ് തോന്നുകയാണെങ്കിൽ ബാക്കി ചേർക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 3 വെളുത്തുള്ളി ചേർക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തില്ലെങ്കിൽ ഗാർലിക് അരയാതെ കിടക്കും. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോസാണ്. ഇത് ഞാനിവിടെ ലെബനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന സ്പൈസി ഷവർമയുടെ സോസിൻ്റെ റെസിപ്പിയാണ്. യുഎയിൽ ഞാനിത് വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. വീക്ക്ലി വൺസ് എങ്കിലും ഇത് ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടുത്തെ സ്പൈസി ഷവർമ. ഈ സോസിൻ്റെ റെസിപ്പി കിട്ടാനായിട്ട് കുറേ വർഷമായി എന്ന് തന്നെ പറയാൻ ഞാൻ അന്വേഷിക്കണം. ഇപ്പോഴാണ് എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി കിട്ടിയത്. എനിക്ക് ഉറപ്പാണ് ഈ ഷവർമ സോസ് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഈ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേരുമ്പോൾ സോസിന് ചെറിയ മധുരവും കൂടി കിട്ടും. അങ്ങനെ മധുരവും എരിവും പുളിയും എല്ലാം കൂടി ചേർന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം ഇത് നമുക്ക് അരച്ചെടുക്കാൻ. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഓറഞ്ച് കളറുമാണ് ഇതിന്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഷവർമയിൽ മാത്രമല്ല ബർഗറിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുബൂസിൻ്റെ കൂടെയും നഗറ്റ്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഡിപ്പാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അധികം ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ചിക്കൻ ഒരു ബേൺഡ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടാനായിട്ടാണ് നമ്മൾ അധികം ഓയിൽ ഒഴിച്ചത് ഫ്രൈ ചെയ്യാറ്. അതുപോലെ തന്നെ ചിക്കൻ അധികം ക്രിസ്പി ആയിട്ടും ഫ്രൈ ചെയ്തെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ ഒരളവിൽ നമുക്ക് ഏകദേശം ഒരു 5 to 6 ഷവർമ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഓയിലൊക്കെ വറ്റി നല്ലൊരു ബേൺഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട് ചിക്കന്. കണ്ടോ, ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഷവർമ ഫില്ല് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് താഹിനി സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
സോസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പിക്കിൾഡ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പിലിട്ട ക്യാരറ്റും കുക്കുംബറൊക്കെ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 2-3 ചെറിയ പീസ് ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാബേജ് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊപ്പം നമുക്ക് ലെറ്റ്യൂസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത ശേഷം നമുക്ക് കുറച്ച് താഹിന സോസ് കൂടെ ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുബൂസിൻ്റെ താഴെ നിന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ താഹിന സോസ് വെച്ചിട്ടുള്ള നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യുന്നതിന് മുന്നേ 2 സൈഡ് ഒന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പൈസി ഷവർമ തയ്യാറാക്കാം. അതിനായിട്ട് കുബൂസിൽ ആവശ്യത്തിന് റെഡ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, കുറച്ച് പിക്കിൾഡ് വെജിറ്റബിൾസ്, ചിക്കൻ, അതിന് മേലെ കുറച്ച് ക്യാബേജോ അല്ലെങ്കിൽ ലെറ്റ്യൂസോ വെച്ച് കൊടുക്കാം. ഒരുപാട് വെച്ച് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാതും വളരെ ചെറിയൊരു അളവിൽ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാനും പറ്റും. ഇനി ഞാനിതിലേക്ക് ഒരു 2-3 പീസ് ടൊമാറ്റോ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്പൈസി ഷവർമയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള 2 ടൈപ്പ് ചിക്കൻ ഷവർമ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.